السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹനിധികളായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നൂറുൽ അർബഈൻ എന്ന നാമധേയത്തിൽ ചേരിക്കപ്പാടം മദ്രസയുടെ 40ാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഒരു വിജ്ഞാനപ്രദപരമായ ഒരു മെഗാ ക്വിസ് കോമ്പറ്റീഷനിലാണ് നമ്മളിങ്ങനെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് ക്ലാസ്സുകൾ നിങ്ങൾക്ക് പല വിഷയങ്ങളിലായി മുൻപ് കിട്ടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഹദീസുകളെക്കുറിച്ചും ഒരു ഹദീസും അതുപോലെ തന്നെ അതിൻ്റെ വ്യാഖ്യാനവും ഒരു ഹദീസിനൊരു ആമുഖം എന്നുള്ള രൂപത്തിലാണ് ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾക്കാണ് ഹദീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രവർത്തികൾ, അതുപോലെ തന്നെ അവിടുത്തെ മൗനാനുവാദങ്ങൾ, ഇതിനൊക്കെ ഹദീസ് എന്ന് പറയും. ഹദീസിൻ്റെ പ്രാധാന്യത്തെ ഒന്നുകൂടി അടിവരയിടുന്നതാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ നടത്തിയൊരു പ്രസംഗം. ഹജ്ജത്തുൽ വിദാ നടക്കുന്നത് ഹിജറ 10ാം വർഷമാണ്. വിടവാങ്ങൽ പ്രസംഗം വളരെ പ്രസിദ്ധമായ പ്രസംഗങ്ങളാണ്. ലോകത്ത് പ്രസിദ്ധമായ ഒരുപാട് പ്രസംഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു പ്രസംഗമാണ് ഹജ്ജത്തുൽ വിദായിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രസംഗം. അവിടെ നിന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. അവ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴക്കുകയില്ല, നിങ്ങൾ സുരക്ഷിതരാണെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്നും ഒന്നാമതായി അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നത് അവിടുത്തെ ഗ്രന്ഥമാണ്, അതായത് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷരീഫാണ്. രണ്ടാമത്തേത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചര്യകളാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് എന്ന് പറയുന്നത്, ഹദീസ് പഠനം എന്ന് പറയുന്നത്, അത് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ വലിയ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമാകുന്നതാണ്. ജീവിതത്തിൽ ഒരുപാട് നല്ല ശീലങ്ങളുടെ തുടക്കമാണ് ഹദീസ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എത്രമേൽ സൂക്ഷ്മത നിറഞ്ഞതായിരുന്നുവെന്നും എത്രമേൽ സുന്ദരമായിരുന്നു എന്നുള്ളതും നമുക്ക് കൃത്യമായി ഹദീസുകളിലൂടെ വായിച്ചെടുക്കാൻ സാധ്യമാകും. ഒരുപാട് ഹദീസുകൾ പല വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, ആ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കുന്ന ഒരു നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിൽ ഇത്രമേൽ ദീർഘവീക്ഷണത്തോടു കൂടെ ഓരോ കാര്യങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ഒരു വലിയ ഒരു കഴിവ്, അതിൽ നിന്നും തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വവും അത് ഒരു ദൈവീകമായ ഒരു ഉൾപ്രേരണ അതിലുണ്ട് എന്നൊക്കെ നമുക്ക് കൃത്യമായി വായിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ്. ഹദീസുകളുടെ ലോകം വിശാലമാണ്. ഒരു ക്ലാസ്സിലൂടെ ഹദീസിന് പൂർണ്ണമായ നിർവചനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിശദീകരണം അസാധ്യമാണ്. ആദ്യകാലത്ത് ഹദീസുകൾ എഴുതി വയ്ക്കുന്നതിനെക്കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിലക്കിയിരുന്നു. പിന്നീട് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വിലക്ക് നീക്കി. അങ്ങനെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹദീസ് രേഖപ്പെടുത്തുവാനുള്ള സമ്മതം ചോദിക്കുകയാണ്. അങ്ങനെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസുകൾ രേഖപ്പെടുത്തി വെക്കാൻ സമ്മതം നൽകി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബാക്കളൊക്കെ അതിൻ്റെ കാർമ്മികത്വത്തിൽ ഏൽപ്പിക്കുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഹദീസുകൾ നമുക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ 6 ഗ്രന്ഥങ്ങളാണ്. ആ 6 ഹദീസിൻ്റെ സമാഹാരങ്ങൾ അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. ഒന്ന് സ്വഹീഹുൽ ബുഖാരിയാണ്. ആ സ്വഹീഹുൽ ബുഖാരിയുടെ ഗ്രന്ഥകർത്താവ് മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരിയാണ്. നമ്മളൊക്കെ സ്ഥിരമായ അറബി കോളേജുകളിലൊക്കെ ഓതിക്കൊടുക്കുന്ന വലിയൊരു ഗ്രന്ഥമാണ് സ്വഹീഹുൽ ബുഖാരി. നമ്മുടെ പല പ്രദേശങ്ങളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠത സ്വഹീഹ് ബുഖാരിക്കാണ്. നമ്മുടെ പല കേന്ദ്രങ്ങളിലും പോകുമ്പോൾ സ്വഹീഹ് ബുഖാരിയുടെ മജ്ലിസുകൾ നമുക്ക് കാണാൻ സാധിക്കും. സ്വഹീഹ് ബുഖാരിയുടെ ഹദീസുകൾ ഓതി അതിൻ്റെ ഒരു വലിയ മജ്ലിസുകളായി സംഘടിപ്പിക്കുന്ന ഒരുപാട് വേദികൾ, അതിലൊരു ഒരു ബറക്കത്തെടുക്കുന്ന സദസ്സുകളൊക്കെ നമുക്ക് പലപ്പോഴും കാണാറുണ്ട്. 194 ഹിജറ കാലഘട്ടം, ഹിജറ 194 ജനിച്ച് 256
ബഹുമാനപ്പെട്ട ബുഖാരി തങ്ങൾ വഫാത്താകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട സമാഹാരം, ഹദീസ് സമാഹാരം സ്വഹീഹ് മുസ്ലിമാണ്. അത് എഴുതിയിട്ടുള്ളത് അൽ ഹാഫിദ് ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് അൽ ഖുശൈരി എന്നുള്ളവരാണ്. മുസ്ലിം അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഹിജറ പ്രകാരം 206 ജനനം, അതുപോലെ തന്നെ ഹിജറ 261 സ്വഹീഹ് മുസ്ലിമിൻ്റെ ഗ്രന്ഥകർത്താവായ അൽ ഹാഫിദ് ഹുജ്ജത്തുൽ ഇസ്ലാം അബുൽ ഹുസൈൻ മുസ്ലിം ബിൻ ഹജ്ജാജ് അൽ ഖുശൈരി ഇവിടെ വാങ്ങുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഹദീസ് പ്രധാനപ്പെട്ട ഹദീസ് സമാഹാരമാണ് സമാഹാരം എന്ന് പറഞ്ഞാൽ ഹദീസിൻ്റെ ഒരു ക്രോഡീകരണം. അബൂദാവൂദ് അത് എഴുതിയിട്ടുള്ളത് ഗ്രന്ഥകർത്താവ് അബൂദാവൂദ് സുലൈമാൻ ബിനു അഷ്അസ. കാലഘട്ടം ഹിജറ 202 മുതൽ ഹിജറ 275 വരെയാണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് തിർമിദി, അബൂ ഈസ മുഹമ്മദാണ് ഇത് രചിച്ചിട്ടുള്ളത്. ഹിജറ 209 മുതൽ 279 വരെയാണ്. മറ്റൊരു ഹദീസിൻ്റെ ഗ്രന്ഥം നസായിയാണ്, അബൂ അബ്ദുറഹ്മാൻ അഹമ്മദാണ് രചിച്ചിട്ടുള്ളത്. ഗ്രന്ഥകർത്താവ് ഹിജറ 214 മുതൽ 302 വരെയാണ്. മറ്റൊരു ഹദീസിൻ്റെ സമാഹാരം ഇബ്നു മാജ, അത് രചിച്ചിട്ടുള്ളത് അബൂ അബ്ദുല്ലാഹി മുഹമ്മദാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടം ഹിജറ 209 മുതൽ 275 വരെ നിലനിൽക്കുന്ന കാലഘട്ടമാണ്. ഈ സമാഹാരങ്ങളെയാണ് പൊതുവെ സിഹാഹു സിത്ത, 6 സ്വീകാര്യ പ്രമാണങ്ങൾ എന്ന രൂപത്തിൽ അറിയപ്പെടുന്നത്. ഒരു ഹദീസിൻ്റെ ഒരു തുടക്കം എന്നുള്ള രൂപത്തിൽ ഒരു ആമുഖമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ഹദീസുകളുടെ ലോകം വിശാലമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓരോ ഹദീസുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിൻ്റെ ആയവും വ്യാപ്തിയും എത്രമേൽ വിശാലമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു തബറുക്കിന് വേണ്ടി, ഒരു ബർക്കത്തിന് വേണ്ടി ഒരു ഹദീസ്, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഒരു ഹദീസ് ഓതിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അതിൻ്റെ വിശദീകരണം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. വഫഖനല്ലാഹ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിറജുലിൻ വഹുവ യഅലുഹു اغتنم 5 قبل 5 شبابك قبل حرمك وصحتك قبل سقمك وفراعك قبل شغلك وغناك قبل فقرك وحياتك قبل موتك رواه الحاكم. വളരെ ഏറെ ചിന്തിക്കേണ്ട ഒരു ഹദീസാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു മനോഹരമായ ഗ്രന്ഥം. അള്ളാഹുവിൻ്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെ ഉപദേശിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നൽകുന്ന ഒരു വിലപ്പെട്ട ഉപദേശമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ നീ ഉപയോഗപ്പെടുത്തണം. എന്നിട്ട് ആ 5 കാര്യങ്ങൾ ഓരോന്ന് പറയാൻ. അപ്പോൾ ഈ കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? നീ അത് ഉപയോഗപ്പെടുത്തണമെന്ന് പറയുന്നത്. എന്താണ്? ആദ്യമായി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വമാണ്. യുവത്വം കൃത്യമായി ഉപയോഗപ്പെടുത്തണം. ആ യുവത്വത്തിൻ്റെ സമയത്ത്, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ചോരത്തളപ്പിൻ്റെ സമയത്ത് നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തു വെക്കാനുള്ള തോക്കത്തുള്ള സമയമാണ്. ഒരുപാട് നേരം നിന്ന് നമസ്കരിക്കാൻ കഴിയും. തഹജ്ജുദ് നിസ്കരിക്കാം, ദുഹാ നിസ്കരിക്കാം. കാര്യം ആ സമയം എന്ന് പറയുന്നത് ആരോഗ്യപ്രദമായി നമ്മളൊക്കെ സേഫാണ്. അതുകൊണ്ട് തന്നെ ആ ആരോഗ്യമുള്ള, അല്ലെങ്കിൽ എല്ലാം കൊണ്ടും ശേഷിയും ക്ഷേമിഷിയുമുള്ള സമയത്ത് അള്ളാഹുവിൻ്റെ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി, ദീനിന് വേണ്ടി നമ്മുടെ യുവത്വത്തെ ചെലവാക്കുക. ലഹരിക്കും അല്ലെങ്കിൽ മറ്റുള്ള മോശപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നമ്മെ മാടി വിളിക്കുമ്പോൾ അള്ളാഹുവിന് വേണ്ടി സമയത്തെ ഉപയോഗപ്പെടുത്താൻ സാധ്യമാകുക എന്നുള്ളതാണ് ആദ്യത്തെ ഹദീസിലൂടെ വരുന്നത്. ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷം എൻ്റെ സമയമെല്ലാം നഷ്ടപ്പെട്ടു എന്ന് ചിന്തിച്ച് വിലപിച്ച് അതിനെക്കുറിച്ച് ഖേദിച്ചിട്ട് കാര്യമില്ല. അതിനേക്കാൾ എത്രയോ നല്ലത് ആകുന്ന സമയത്ത് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമതായി പറഞ്ഞത് രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമാണ്. രോഗത്തിനുമുള്ള ആരോഗ്യ സമയത്ത് കൃത്യമായി നമ്മുടെ സമയങ്ങളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. ആരോഗ്യ സമയത്ത് നല്ല രൂപത്തിലുള്ള സൽക്കർമ്മങ്ങൾ കൊണ്ട് ജീവിതത്തെ ധന്യപ്പെടുത്താൻ സാധ്യമാക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായി. മറ്റൊന്ന് പറയുന്നത് ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പാദ്യമാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം
സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്നതിൽ ജീവിതം തന്നെ സമ്പാദിക്കാൻ വേണ്ടിയിട്ടെന്നാണ് പലരുടെയും അജണ്ട. അപ്പോൾ ഹദീസിൽ പറയുന്നത് ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പാദ്യമുള്ള സമയത്ത് അത് കൃത്യമായി ഉപയോഗപ്പെടുത്തണം. അത് ദീനിന് വേണ്ടി ചിലവാക്കണം, പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി സഹായിക്കണം, അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗപ്പെടുത്തണം. കാര്യം ഒന്നാലോചിച്ചാൽ മതി, ഈ സമ്പത്തൊക്കെ ഇത് നൽകിയത് അള്ളാഹുവാണ്. എത്രയെത്ര ചിത്രങ്ങളാണ്, എത്രയെത്ര സംഭവങ്ങളാണ് നമ്മുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു നിൽക്കുന്നത്. കാര്യം ഇന്ന് ലക്ഷപ്രഭുവായ ആൾ നിമിഷങ്ങൾ മതി അവർ നിമിഷകാലം ഒരായുഷ്കാലം കൊണ്ട് ജീവിച്ച സമ്പാദ്യ തുട്ടുകളൊക്കെ ഒരു നിമിഷ നേരം കൊണ്ട് ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന എത്ര ചിത്രങ്ങളാണ് നമുക്ക് മുന്നിൽ ദിനം പ്രതേന നമ്മൾ കണ്ടുവരുന്നത്. എത്ര വലിയ വലിയ സാമ്പത്തികമായ ശേഷി നമ്മളൊന്നും മനസ്സിൽ പോലും കരുതില്ല. പക്ഷേ അവസാനം അവർക്ക് ഒരു നേരത്തെ ചെലവിന് പോലും വകയില്ലാത്ത രൂപത്തിൽ അവരുടെ സാമ്പത്തിക ശേഷി ഒറ്റ നേരം കൊണ്ട് ഇല്ലാതാകുന്ന അവസ്ഥ എത്രയാണ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സമ്പാദ്യം നൽകുന്നതും അത് ചിലവാക്കുന്നതൊക്കെ അതൊക്കെ അള്ളാഹുവിന് വേണ്ടി ആയിരിക്കണം. അല്ലെ ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ എനിക്ക് ശുക്ർ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ഇനി അധികരിപ്പിച്ചു തരും. അപ്പോൾ നമ്മൾ സമ്പാദ്യങ്ങൾ മറ്റുള്ളവർക്ക് ദാനധർമ്മങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലാഹു തആല നമ്മുടെ സമ്പാദ്യം അങ്ങനെ വർദ്ധിപ്പിച്ചു തരികയാണ് സത്യത്തിൽ. അതാണ് അല്ലാഹു ഹദീസിൽ പറഞ്ഞിട്ടുള്ളത്, ല ഇൻ ശക്കർത്തും ല അസീദന്നക്കും, നിങ്ങൾ ശുക്ർ ചെയ്തോ, നിങ്ങൾ നന്ദി ചെയ്താൽ, നന്ദി ചെയ്യുക എന്ന് പറയുന്നത് എന്താ, അള്ളാഹു നൽകിയ നിഅമത്തുകളെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അതിന് ശുക്ർ പറയുക, അതിന് ഹംദ് ചെല്ലുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇനിയും ആ നിഅമത്തുകൾ അല്ലെങ്കിൽ മറ്റുള്ള നിഅമത്തുകൾ അധികരിപ്പിച്ചു തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ മറ്റൊന്ന് ഹദീസിൻ്റെ പിന്നെ മറ്റൊരു ഒന്ന് പറയുന്നിട്ടുള്ളത് തിരക്കുകൾക്ക് മുമ്പുള്ള ഒഴിവ് സമയമാണ്. നമ്മൾ ഒഴിവ് സമയത്തെക്കുറിച്ച് വളരെ കൃത്യമായി നമ്മൾ ഒരു ബോധേടാവേണ്ട സമയമാണ്. നിഅമതാനി മഅബൂനും, അല്ലേ, രണ്ട് അനുഗ്രഹങ്ങൾ, മഅബൂനും ഫീഹിമാ കസീറും മിന്നസ്, അധിക ആളുകളും അതിൽ വഞ്ചിതരാണ്. ഒന്ന് സിഹത്ത്, ഒന്ന് ആരോഗ്യമാണ്, അൽ ഫറാ, ഒഴിവ് സമയമാണ്. ഇതും ഒരു ഹദീസാണ്, പ്രവാചകരുടെ ഹദീസാണ്. രണ്ട് എന്താ പറയുക അനുഗ്രഹങ്ങൾ. നിങ്ങൾ നോക്കിയേ എത്ര കൃത്യമായ കണ്ടെത്തലുകളാണ് അതൊക്കെ. നമ്മുടെ അധിക ആളും പിഴച്ചു പോകുന്നത് ഈ ഒരു രണ്ട് കാര്യത്തിലല്ലേ എന്ന് ചോദിച്ച സത്യത്തിൽ അത് തന്നെയാണ്. ഒഴിഞ്ഞിരിക്കുമ്പോൾ മനസ്സിനെ മതിപ്പിക്കുന്ന ചിന്തകൾ, അല്ലേ, അധികം ആളുകളുടെയും എന്താ പറയുക ഒരു ജീവിത ശൈലിക്രമങ്ങളൊക്കെ നഷ്ടമാകുന്നത് ഈ ഒരു രണ്ട് കാര്യത്തിൽ കൂടി തന്നെയാണ്. അസിഹത്ത്, ആരോഗ്യ സമയം, അൽ ഫറാ, ആരോഗ്യ സമയത്ത് എന്താ പറയുക ചിന്തിക്കുന്നതിനപ്പുറമുള്ള ഓരോ കാര്യങ്ങൾ ചെയ്തു വെക്കും. അതിനുശേഷം പിന്നീട് എല്ലാം കഴിഞ്ഞതിന് ശേഷം വിലപിക്കുക, ഒരുപാട് വാർദ്ധക്യ സമയത്ത് അതിനെക്കുറിച്ച് ആലോചിച്ച് പരിതപിക്കുക. അതിനേക്കാൾ എത്രയോ നല്ലതല്ലേ ഉള്ള കാലത്ത് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അത് തിരക്കുകൾക്ക് മുമ്പുള്ള ഒഴിവ് സമയമാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവസാനമായി പറഞ്ഞ കാര്യം ഈ അഞ്ച് കാര്യങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കൃത്യമായി ഈ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം. ഒന്ന് പറഞ്ഞത് വാർദ്ധക്യത്തിന് മുമ്പുള്ള യുവത്വമാണ്. രണ്ടാമത് പറഞ്ഞത് രോഗത്തിന് മുമ്പുള്ള ആരോഗ്യമാണ്. മൂന്നാമത് പറഞ്ഞത് ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പാദ്യമാണ്. നാലാമത് പറഞ്ഞത് തിരക്കുകൾക്ക് മുമ്പുള്ള ഒഴിവ് സമയമാണ്. ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ നമ്മൾ സൂചിപ്പിച്ച കാര്യം ഒന്നുകൂടി ആവർത്തിക്കുന്നു. നമ്മൾ ആദ്യമായി പറഞ്ഞത് ഹദീസിൻ്റെ ഒരു തുടക്കം. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തുടക്ക കാലഘട്ടങ്ങളിൽ ഹദീസ് എഴുതിയിട്ടില്ലായിരുന്നു. പിന്നീട് അത് എഴുതാൻ അനുവാദം നൽകി. പിന്നെ പ്രധാനപ്പെട്ട 6 ഗ്രന്ഥങ്ങൾ, ഹദീസിൻ്റെ സമാഹാരങ്ങളെ സിഹാഉ സിത്ത എന്ന പേരിൽ അറിയപ്പെടുന്ന 6 ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ, അത് എഴുതിയ ആളുകൾ, അവരുടെ കാലഘട്ടം അത് നമ്മൾ കുറിച്ചു. അതുപോലെ തന്നെ ഹദീസിൻ്റെ പ്രാധാന്യം, എന്തുകൊണ്ടാണ് ഹദീസ് പഠിക്കേണ്ടത്. കാര്യം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ കഴിയുന്ന ഒരുപാട് നല്ല നല്ല ഉപദേശങ്ങൾ പലപ്പോഴും നമ്മുടെ സ്റ്റാറ്റസുകളിലും അതുപോലെ തന്നെ മറ്റു എന്താ പറയുക ഗൂഗിളൊക്കെ ചെയ്താൽ നല്ല നല്ല കോഴ്സുകളൊക്കെ കാണാം പല ആളുകളുടെയും പേരിൽ. സത്യത്തിൽ ഈ പേരിൽ പറയപ്പെടുന്ന പല സാധനങ്ങളും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയപ്പെട്ട കാര്യങ്ങളാണ്.
വാർദ്ധക്യത്തിൽ നമ്മുടെ സമയങ്ങളെക്കുറിച്ച്, കുട്ടികളോട് പെരുമാറേണ്ട രീതികളെക്കുറിച്ച്, വലിയവരോട് പെരുമാറേണ്ട രീതിയെക്കുറിച്ച്, ഒരു പൊതുസമൂഹത്തിൽ പെരുമാറേണ്ടവരെ കുറിച്ച്, മറ്റുള്ള മതസ്ഥരോട് പെരുമാറേണ്ടതിനെക്കുറിച്ച്, അടുക്കളയിൽ, കിടപ്പുമുറിയിൽ, അതുപോലെ തന്നെ പഠനത്തിൽ, ജീവിതത്തെ തൊടുന്ന എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതിനെക്കുറിച്ചെല്ലാം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞിട്ടില്ലാത്ത അവിടുത്തെ ജീവിതം പൂർത്തീകരിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ ഒരു മനുഷ്യൻ ഏറ്റവും സൂപ്പറായി, ഏറ്റവും എന്താ പറയുക, പൂർണ്ണനായി ലോകത്ത് ജീവിക്കാൻ കഴിയുമോ ആ ജീവിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു വലിയ സഹായമായിട്ടാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളെ നമുക്ക് കാണാൻ സാധ്യമാകുന്നത്. അത്രമേൽ സാമ്പത്തികമായി നമ്മളൊരു ബിസിനസ്സിൽ പങ്കെടുക്കുമ്പോൾ, ഇനിയൊരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന് വേണ്ട ഏറ്റവും പ്രിയപ്പെട്ട പ്രധാനപ്പെട്ട ക്വാളിറ്റികൾ, അതുപോലെ തന്നെ ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അവൻ ഏത് രൂപത്തിലാണ് ഇൽമു പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മുടെ ജീവിതത്തെ തൊടുന്ന, സ്പർശിക്കുന്ന എല്ലാ വസ്തുതകളെക്കുറിച്ചും ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം തന്നെ ഒരു വലിയ മാതൃകയായിരുന്നു എന്നല്ലേ. കാര്യം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നതൊന്നും ചെയ്യുന്നതൊന്നും രണ്ടും വ്യത്യസ്തമല്ല. പറയുന്നത് എന്താണോ അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത് കാണിക്കുമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹദീസ് പഠനം അത് വളരെ പ്രാധാന്യമുള്ളതാണ്. റിയാദുസ് സ്വാലിഹീൻ പോലുള്ള പല ഗ്രന്ഥങ്ങളും അതിൻ്റെ മലയാള വ്യാഖ്യാനങ്ങൾ അടക്കമുള്ള ഗ്രന്ഥങ്ങളൊക്കെ ഇന്ന് മാർക്കറ്റുകളിൽ, ബുക്ക് സ്റ്റാളുകളിൽ അവൈലബിൾ ആണ്. പ്രിയപ്പെട്ട സഹോദരന്മാരൊക്കെ ഈ ചെറിയ ചെറിയ ഹദീസ് ഗ്രന്ഥങ്ങൾ, 40 ഹദീസുകൾ മനഃപ്പാഠമാക്കിയ സ്വർഗത്തിലാണ്. ഇമാം നബവി തങ്ങളുടെ 40 ഹദീസുകളുടെ ഗ്രന്ഥങ്ങളൊക്കെ കാണും. ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട്. ഇപ്പോൾ നമുക്കൊരുപാട് സാധ്യതകളുണ്ട്. ഓൺലൈനിലേക്ക് ഒരുപാട് ഹദീസ് പഠനങ്ങളുടേതായ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ആ ഹദീസ് ഒഴിഞ്ഞിരിക്കുന്ന സമയത്ത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒരുപാട് സമയങ്ങൾ നമുക്ക് കിട്ടും. ആ സമയത്തൊക്കെ ഹദീസുകൾ മനഃപ്പാഠമാക്കാനുള്ള ശ്രമങ്ങൾ കൂടി നിങ്ങൾ നടത്തണം. അങ്ങനെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു ഉപകാരപ്രദമാകും. വലിയ പണിയൊന്നുമില്ല. ഒരു ദിവസം കുറഞ്ഞ സമയം ഹദീസ് പഠനത്തിന് വേണ്ടി മാറ്റിവെക്കുക. ആ ഹദീസുകൾ വളരെ സിമ്പിളായിട്ടുള്ള ഹദീസുകൾ, നമുക്ക് വായിച്ചാൽ തന്നെ മനസ്സിലാക്കുന്ന, അറബി വായിക്കാൻ അറിയുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാകാൻ കഴിയുന്ന ആശയങ്ങൾ മനസ്സിലാകാൻ കഴിയുന്ന ഹദീസുകൾ നമ്മുടെ അവൈലബിളായ ഒരുപാട് സോഴ്സുകളുണ്ട്. ആ സോഴ്സുകൾ കൃത്യമായ രൂപത്തിലുള്ളതായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിതത്തിലൊരു സമയം ഹദീസുകൾ പഠിക്കാനും, അത് പഠിക്കുക മാത്രമല്ല പകർത്താനും, പ്രത്യേകിച്ച് നമ്മുടെ മക്കളിലേക്ക് ആ പകർത്തലിനെ എത്തിച്ചു കൊടുക്കാൻ കൂടി ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് പുതിയ കാലപ്രത്യേകമായിട്ട് അത് പറയേണ്ടതില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഉമ്മമാരൊക്കെ ആ കാര്യം കാര്യമായി ശ്രദ്ധിക്കുക. ആ ഹദീസുകളിലൂടെ ഒരുപാട് മൊഴിമുത്തുകൾ, കാരണം പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനാവശ്യമായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും അവിടെ നിന്ന് സംസാരിച്ചിട്ടില്ല. പറയപ്പെട്ടതില്ല മൊഴിമുത്തുകൾ മാത്രമാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാം നമുക്ക് മാതൃകയാണ്. അപ്പോൾ ഹദീസുകൾ എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരു വലിയ പ്രേരക ശക്തിയാണ് ഹദീസുകൾ. അതുകൊണ്ട് തന്നെ ഹദീസുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ഹദീസ് പഠനത്തിന് വേണ്ടിയിട്ടുള്ളൊരു സമയത്തെ മാറ്റിവെക്കാൻ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് കാരണമാകട്ടെ എന്ന വലിയ പ്രതീക്ഷയോടുകൂടെ എന്നോടും പിന്നെ നിങ്ങളോടും ദുആ കൊണ്ട് ഈ ഒരു ഉപദേശത്തെ ചേർത്ത് വെച്ചുകൊണ്ട് ദുആ വസിയത്തോടുകൂടെ ഞാൻ നിർത്തുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസിക്കും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.